3 പരമപ്രധാനമായ പ്രശ്നങ്ങൾ കോടതിക്ക് മുന്നിൽ ഉയർന്നു വരികയുണ്ടായി. 1971 24-ാം ഭരണഘടനാ ഭേദഗതി നിയമവും അതുപോലെ തന്നെ 1972 25-ാം ഭരണഘടനാ ഭേദഗതി നിയമവും ഭരണഘടനാപരമായി സാധുതയുള്ളതാണോ എന്നതായിരുന്നു ഒന്നാമത്തെ പ്രശ്നം. ഈ ഭേദഗതികൾ മൗലികാവകാശങ്ങൾ ഭേദഗതി വരുത്തുവാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പ്രധാനമായും റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടത്. അടുത്ത പ്രശ്നം, ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് എത്രത്തോളം അധികാരം ഉണ്ട് എന്നതായിരുന്നു. ഇനി അവസാനത്തെ പ്രശ്നം, ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം പരിധിയില്ലാത്തതാണോ? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ മൗലികാവകാശങ്ങളും എടുത്തു കളയുന്ന തരത്തിൽ പാർലമെൻറ്റ്